മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് ഒരു വിദേശ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ, US നിന്ന് മടങ്ങുമ്പോൾ ദുബായിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി ഇരിക്കുമ്പോൾ ദുബായിലുള്ള ധാരാളം വ്യക്തികൾ, അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. വളരെ വളരെ സന്തോഷം തോന്നി. അവരെല്ലാവരും പറയുകയുണ്ടായി, സാറിൻ്റെ യൂട്യൂബ് എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഈ ഹിന്ദു കാര്യങ്ങൾ നല്ലോണം പഠിച്ച് അഭിമാനിക്കുന്നു എന്ന്. ഇങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു പതിവുള്ളത് 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ ആ സബ്ജക്റ്റ് ആ നാടിനെ കുറിച്ച് ഉള്ള വിവരണങ്ങളിലേക്ക് ജർക്ക് ചെയ്യും. അമേരിക്കയിലാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കാൻ വരുന്ന വ്യക്തികൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ, റോഡിലൂടെ നമ്മളെ കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡിലെ അച്ചടക്കം, സിഗ്നല്, റോഡ് ബ്ലോക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അവർ പറയാറുണ്ട്, ഇവിടുത്തെ റോഡ് ഭയങ്കര ഡിസിപ്ലിൻഡാണ് സാറേ, നമ്മുടെ നാട് പോലെയല്ല. ഇവിടുത്തെ സിഗ്നലിംഗ് സിസ്റ്റം ഭയങ്കര എഫിഷ്യൻ്റ് ആണ് സാറേ, നമ്മുടെ നാട് പോലെയല്ല. അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പോലീസുകാർ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. വെള്ളമോടിച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അപ്പം പിടിക്കും, നമ്മുടെ നാട് പോലെയല്ല. ഞാൻ അവരോട് എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ അവിടുത്തെ റോഡിനെ കുറിച്ചോ അവിടുത്തെ പോലീസുകാരെ കുറിച്ചോ അവിടുത്തെ എഫിഷ്യൻസിയെ കുറിച്ചോ എത്ര വേണമെങ്കിൽ നല്ലത് പറഞ്ഞോളൂ. നമ്മളുടെ നാടിനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? നമ്മളുടെ നാട്ടിൽ കുറവുകളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇവിടെ 127 കോടി ജനത 100% സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. 100% സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സൗകര്യമില്ലെങ്കിൽ വരണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. സ്വന്തം അമ്മയ്ക്ക് സൗന്ദര്യം കുറവാണ് എന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീക്ക് സൗന്ദര്യം കൂടുതലാണെന്ന് പറയാം. ആ സ്ത്രീക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, യൗവനമുണ്ട് എന്നെല്ലാം പറഞ്ഞോളൂ. എന്തിനാ സ്വന്തം അമ്മയ്ക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടിയിരുന്നു. ഞാനിങ്ങനെ ഒരു മനുഷ്യൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാന്ന് ചോദിച്ചില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഭാര്യയും 2 മക്കളും ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അത്യാവശ്യമായിട്ട് കേരളത്തിലേക്ക് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ ശരി പറഞ്ഞു. പിന്നെ ഈ ഭാര്യ ഈ മക്കളും ഒറ്റയ്ക്കാണെങ്കിലും പേടിക്കാനൊന്നുമില്ല, അയൽവക്കത്തുകാരൊക്കെ നല്ലവരാണ്, നമ്മളുടെ നാട് പോലെയല്ല എന്ന് പറഞ്ഞു. ഞാൻ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്തു. നിങ്ങളുടെ വീട്ടില് ഫ്ലാറ്റില് 15ാമത്തെ നിലയിൽ അയൽവക്കത്തുകാർ നല്ലതാണെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ പ്രത്യേക കാര്യമാണ്. നമ്മുടെ നാട് പോലെയല്ല എന്ന് പറയാൻ എന്താ കാരണം? നമ്മുടെ നാട്ടിൽ മൊത്ത കള്ളന്മാരാ, അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യ മക്കളുമായിട്ട് ജീവിക്കുന്നവരെയൊക്കെ പിടിച്ചു പറിക്കുന്നവരാ നമ്മുടെ നാട്ടിലുള്ളത്. നിങ്ങളെന്തിനാ ഈ നാടിനെ അവഹേളിക്കുന്ന വിധത്തിൽ പറയുന്നത്? വേണ്ടതിനും വേണ്ടാത്തതിനും നാട്ടിലേക്ക് ചെന്നതിന് ശേഷം ആ നാടിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഒന്ന് നിർത്താം. ഇനി 1 മിനിറ്റെങ്കിലും എന്നോട് സംസാരിക്കണമെങ്കിൽ ഇതുമാതിരിയുള്ള വാക്കുകൾ പറയില്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ മാറാമെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം യാത്രയ്ക്ക് ഒരു പ്രകാശ് എന്ന് പറയുന്ന ഒരാളുടെ വണ്ടിയിലാണ് ഞാൻ വാഷിങ്ടണിൽ പോയത്. അദ്ദേഹം ഓരോ വരി പറയുമ്പോഴും ഇന്ത്യയെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് അങ്ങേരുടെ ജന്മസ്വഭാവമായിരുന്നു. 3 പ്രാവശ്യം കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ പറഞ്ഞു, പ്രകാശേ വണ്ടി നിർത്തൂ, ഞാനിവിടെ ഇറങ്ങാം, വേറെ ഏതെങ്കിലും വഴിക്കാൻ വന്നോളാം, അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ നാടിനെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാനല്ല വാഷിങ്ടണിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനേക്കാൾ നിങ്ങളൊക്കെ ജീവിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാരൊന്നും 11 മണിക്കും 12 മണിക്കും ബ്രഞ്ച് കഴിക്കാനൊന്നും എഴുന്നേൽക്കാറില്ല. നല്ല രീതിയിൽ 4-5 മണിക്ക് എഴുന്നേൽക്കുന്നു, അവർ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു. ഇന്നും ഒരു വയറ് നിറയ്ക്കാൻ $1 കൊണ്ട് വയറ് നിറയ്ക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണം ലഭ്യമാണെന്ന്. ഇന്ന് $1 എന്ന് പറഞ്ഞാൽ 40 രൂപ അല്ലെങ്കിൽ 35 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാം. നിങ്ങൾ ഇവിടെ ഉള്ളതിനേക്കാളൊക്കെ സന്തോഷവും സുഖമൊക്കെ ഞങ്ങൾക്ക് അവിടെയുണ്ട്. നല്ല ജീവനുണ്ട്. എന്തായാലും ഭജന മാത്രം നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ടൊന്നും അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ കർമ്മഭൂമിയിൽ നിങ്ങൾ ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ച് ദുബായിലോ സൗദി അറേബ്യയിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ എവിടെ വേണമെങ്കിലും സുഖമായിട്ട് ജീവിച്ചോളാം. ആ നാടിനെ കുറിച്ച് എത്ര നല്ലത് പറയണോ ധൈര്യമായിട്ട് പറഞ്ഞോളാം. പക്ഷേ തിരിച്ച് ഭാരതത്തെ അവഹേളിക്കുന്നത് എന്തിനാണ്? ഭാരതത്തിൽ ഇവിടെ ഉള്ള മാതിരിയുള്ള
ഭാരതത്തിനേക്കാൾ 5 ഇരട്ടിയുള്ള അമേരിക്ക. ഭാരതത്തിലുള്ള ജനസംഖ്യയുടെ 1/4 ഭാഗമേ ഉള്ളൂ. ലോകം മുഴുവനും പറ്റിച്ചും ചതിച്ചും അവർ നല്ലോണം പണക്കാരായിട്ടുണ്ട്. അതൊക്കെ അനുഭവിക്കാനാണ് നിങ്ങൾക്ക് തലവിധി കിട്ടിയത്. ഭാഗ്യമാണെന്ന് വിചാരിക്കുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. പക്ഷെ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ഈ നാടിനെ കുറിച്ച് കുറ്റം പറയുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് ഷാർപ്പായിട്ട് റിയാക്ട്. ഏതായാലും അമേരിക്കയിൽ ഇപ്രാവശ്യം ഇന്ത്യയെ കുറ്റം പറയുന്നവരെ വളരെ കുറച്ചേ കണ്ടുള്ളൂ. പക്ഷെ വരുന്ന വഴിക്ക് ഒരുവനെ കണ്ടുള്ളൂ എങ്കിലും ദുബായിൽ വെച്ച് അവൻ ആദ്യം തന്നെ പറഞ്ഞത് ദുബായ് സർവ്വതും തികഞ്ഞ രാജ്യമാണെന്നും ഭാരതത്തെ പോലെ അല്ല, വളരെ അടുക്കും ചിട്ടയുണ്ടെന്ന്. മര്യാദയ്ക്ക് ശ്വാസം വിടാനും ബാത്റൂമിലേക്ക് പോകാനും സുൽത്താന്റെ പെർമിഷൻ വേണ്ട ഒരു രാജ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ നാടിനെ അവഹേളിക്കുന്നത് എന്നുകൂടി ഞാൻ അദ്ദേഹത്തിനോട് പറയേണ്ടായി. നല്ല റിലേഷനിലാണ് തുടങ്ങിയതെങ്കിലും ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എവിടെ ഒരു വിഷമം തോന്നിയിരുന്നു. ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ ലോകത്തിലെ എവിടെ വേണമെങ്കിലും ജീവിക്കുക, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ച് എത്ര വേണമെങ്കിലും അഭിനന്ദിക്കുക, നല്ലോണം അഭിനന്ദിച്ചോളാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ആ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം നാടിനെ അവഹേളിക്കാൻ നിങ്ങൾക്ക് ആര് പെർമിഷൻ തന്നു? ഇവിടേക്ക് വരാൻ സൗകര്യമില്ലെങ്കിൽ വരണ്ട. ഈ നാട്ടിലേക്ക് വന്നിട്ട് അഭിനന്ദിക്കണമെന്നൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളിത്തരവും തെമ്മാടിത്തരവും കാണിക്കുന്ന വിദേശത്തെ ഇന്ത്യക്കാരാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ശരിക്കും ദുബായിലാണ് അധോലോക നായകന്മാരുടെ പറുദീസ എന്ന് പറയുന്നത്. ആ നാടിനെ കുറിച്ച് അഭിനന്ദിക്കുമ്പോഴും ഇവിടെ അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് കൂടി ഒന്ന് അറിയാൻ സാധിക്കണം. സ്വന്തം നാടിനെയും സ്വന്തം അമ്മയെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം സംസ്കാരത്തെയും സമൂഹത്തെയും അവഹേളിച്ച് ഏത് നാട്ടിലാണോ കുറച്ചു കാലം കഴിയുന്നത് അവരെ മാത്രം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് സ്വന്തം നാടിനെ അവഹേളിക്കുന്ന സംസ്കാരം പ്രത്യേകിച്ച് കേരളീയർക്കുള്ളൊരു സംസ്കാരമാണ്. അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് രക്തത്തിന്റെ ഭാഗമായി സ്വന്തം അമ്മയെയും സംസ്കാരത്തെയും അവഹേളിക്കുന്ന അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടാണ് ഇപ്രാവശ്യം തിരിച്ചു വന്നത്. പ്രണാമം, നമസ്കാരം.